വിശദമായി നോക്കാം. മുഖ്യമന്ത്രിക്കെതിരായ ലോകായുക്ത കേസിൽ വിധി നാളെ. സർക്കാരിനും മുഖ്യമന്ത്രിക്കും വിധി നിർണായകമാണ്. വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, മുഖ്യമന്ത്രിക്കും സർക്കാരിനും നിർണായകമായ വിധി അത് നാളെ ഉണ്ടാകും. എങ്ങനെയായിരിക്കാം ഇത്? പ്രതികൂലമായ വിധിയാണ് ഉണ്ടാകുന്നത് എങ്കിൽ സർക്കാരിനെ ബാധിക്കുക? ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചു എന്നാണ് പരാതി. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയിലെ മന്ത്രിമാർക്കുമെതിരെയാണ് വിവിധ 3 വിഷയങ്ങളിലായി 3 സംഭവങ്ങളിലായി പരാതിയുള്ളത്. ഒരു വർഷം മുമ്പ് കഴിഞ്ഞ മാർച്ച് 18-ന് കേസിന്റെ വാദം പൂർത്തിയായി. 4 വർഷത്തോളം 2018-ൽ കൊടുത്ത ഹർജിയിൽ 4 വർഷത്തോളം എടുത്താണ് വാദം പൂർത്തിയായത്. ഈ വാദത്തിന്റെ പല ഘട്ടങ്ങളിലും സർക്കാരിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ, ചില സംശയങ്ങൾ ലോകായുക്ത ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വിധി സർക്കാരിനെ എതിരാകും, മുഖ്യമന്ത്രിക്ക് എതിരാകും എന്ന തരത്തിലുള്ള ഒരു പ്രതീതി പൊതുവിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ വാദഘട്ടങ്ങളിൽ വന്ന കാര്യം വിധിയെ സ്വാധീനിക്കാൻ ഇടയില്ല എന്ന് വേണം കരുതേണ്ടത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിധിയാണ് നാളെ ഉണ്ടാകേണ്ടത്. നിലവിലെ ലോകായുക്ത നിയമം അനുസരിച്ചാണെങ്കിൽ കോടതിയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂല പരാമർശം ഉണ്ടായാൽ അത് മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാവും, സർക്കാർ തിരിച്ചടിയാവും. മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും സർക്കാരുമായി ബന്ധപ്പെട്ട, മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പുലർത്തുന്ന വലിയ ആത്മവിശ്വാസം ഈ ഘട്ടത്തിലും പുലർത്തുന്നു. ഈ കേസ് വിധി പറയാൻ വൈകാൻ കാരണം സർക്കാർ ഒരു ഭേദഗതി, ലോകായുക്ത നിലവിലെ നിയമത്തിൽ ഭേദഗതിക്ക് നീക്കം നടത്തിയിരുന്നു. നിയമസഭ ബിൽ പാസാക്കിയിരുന്നു. പക്ഷേ അഴിമതി നിരോധന നിയമമായ ലോകായുക്തയുടെ ചിറകരിയുന്ന, അതിന്റെ ശക്തി ഇല്ലാതാക്കുന്ന ബില്ലിൽ ഒപ്പിടാൻ ഗവർണർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ആ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വയ്ക്കാനാണ് ഗവർണറുടെ തീരുമാനം. സർക്കാർ ധൃതി പിടിച്ച് ഒരു ഭേദഗതി നിയമത്തിൽ കൊണ്ടുവന്നത് തന്നെ ഈ കേസിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക മൂലമാണ്. മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്ന ഭയം കൊണ്ടാണെന്ന വിമർശനം പ്രതിപക്ഷം പല ഘട്ടങ്ങളിലും ഉയർത്തിയതാണ്. അതുകൊണ്ട് കൂടി ഈ നാളത്തെ വിധി വളരെ നിർണായകമായി മാറുകയാണ്. 1 വർഷത്തോളം വിധി പറയാൻ വൈകിയപ്പോൾ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു. വിധി പറയാനുള്ള നിർദ്ദേശം ലോകായുക്തയ്ക്ക് നൽകണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഹൈക്കോടതി ആ രീതിയിൽ ആ കേസിൽ ഇടപെട്ടില്ല. പകരം ലോകായുക്ത തന്നെ ഇതേ ആവശ്യവുമായി ലോകായുക്ത തന്നെ സമീപിക്കാമെന്ന മറുപടിയാണ്, നിർദ്ദേശമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജിക്കാരൻ വീണ്ടും ലോകായുക്തയെ സമീപിച്ചത്. നാളെ ഈ കേസിന്റെ വിധി പറയാനായി കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. നാളെ തന്നെ കേസിൽ വിധിയുണ്ടാകും. അനുകൂലമായാലും പ്രതികൂലമായാലും സർക്കാരിന്, മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറ്റവും നിർണായകമായ ഒരു വിധിയാണ്. പ്രതികൂലമെങ്കിൽ അദ്ദേഹം രാജിവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിയമപ്രകാരം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇനി അനുകൂലമാണെങ്കിൽ സർക്കാരിന് അത് ചെറുതല്ലാത്ത ആശ്വാസമാകും. കഴിഞ്ഞ കുറെ നാളുകളായി സർക്കാരിനെ എതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു ആരോപണം ഇത് ഈ വിഷയത്തിൽ തന്നെയാണ്. ലോകായുക്ത നിയമത്തിൽ വെള്ളം ചേർക്കാൻ, ലോകായുക്ത നിയമത്തിന് ചിറകരിയാൻ സർക്കാർ ശ്രമിച്ചതുപോലും ഈ വിധി മുഖ്യമന്ത്രിക്കെതിരാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലെന്ന പ്രതിപക്ഷ ആരോപണം അതോടുകൂടി പൊളിയുകയും ചെയ്യും. ഏതായാലും സർക്കാരിന്, മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും നിർണായക വിധി ദിനമാണ് നാളെ. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിക്കെതിരായ ലോകായുക്ത കേസിൽ വിധി നാളെ. സിഡ്കോ മുൻ MD-യെ ചോദ്യം ചെയ്ത ED സജി ബഷീറിനെയും കുടുംബത്തെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. സജി ബഷീർ, ഭാര്യ അനുഷ, അമ്മ ലിസ എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത്. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാനാണ് ചോദ്യം ചെയ്യലെന്നാണ് വിവരം. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. അനീഷ, എപ്പോഴാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്? എങ്ങനെ പുരോഗമിക്കുന്നു? എന്തെങ്കിലും വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ടോ? രാവിലെ 11:00-ക്കാണ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഇവർ ഹാജരായത്. തുടർന്ന് അരമണിക്കൂറിനുള്ളിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജി ബഷീർ, ഭാര്യ അനുഷ, അമ്മ ലിസ എന്നിവരടക്കം ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോഴും ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സിഡ്കോ MD ആയിരിക്കെ നിരവധി വിജിലൻസ് കേസുകളിൽ സജി ബഷീർ പ്രതിയായിരുന്നു. പ്രത്യേകിച്ച് 15-ലധികം വിജിലൻസ് കേസുകളാണ് ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം മേനംകുളത്തെ വ്യവസായ വകുപ്പിന്റെ ഭൂമിയിൽ നിന്നും അനധികൃതമായി മണൽ വിൽക്കുന്ന നടപടിക്രമം സജി ബഷീറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. 11 കോടി രൂപയുടെ നഷ്ടമാണ് ഈ ഇടപാടിലൂടെ സർക്കാരിനുണ്ടായത് എന്ന് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തുകയും സജി ബഷീറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന VP ജയരാജൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ അന്വേഷണമൊക്കെ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ അനധികൃതമായി സിഡ്കോയിൽ നിയമനങ്ങൾ നടത്തി എന്നടക്കമുള്ള പല കേസുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വകകൾ ഈ സജി ബഷീർ കുടുംബം സമ്പാദിച്ചു എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടപാടുകൾ, ഈ കള്ളപ്പണ ഇടപാടുകൾ ഇവരുടെ അക്കൗണ്ടുകളിലൂടെയും മറ്റും നടന്നു. ഇവർ അനധികൃതമായി സ്വത്ത്
ശേഖരിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള പരാതികളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എന്തായാലും വളരെ വിശദമായി തന്നെ ഇഡി ഇക്കാര്യം അന്വേഷിക്കുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ശരി, എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അരിക്കൊമ്പനെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുള്ള ജനകീയ ഹർത്താലിൽ അന്തർ സംസ്ഥാന ഗതാഗതം തടസ്സപ്പെട്ടു. ഹർത്താൽ അനുകൂലികൾ സിംഗുകണ്ടം, പൂപ്പാറ, പെരിയ കനാൽ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ റോഡ് ഉപരോധിച്ചു. അരിക്കൊമ്പനെ പിടികൂടാതെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിഷേധക്കാർ. മനുഷ്യന് മാത്രം ജീവിക്കാം, മനുഷ്യന് മാത്രം ജീവിക്കാം, ആവുന്നില്ല എന്തൊരു നീതി, അരിക്കൊമ്പനെ നിരീക്ഷിക്കാനും ശല്യം തുടർന്നാൽ റേഡിയോ കോൾ ഘടിപ്പിക്കാനുമാണ് കോടതി നിർദ്ദേശം. എന്നാൽ സൂര്യജീവിതത്തിന് ഭീഷണിയായ കാട്ടുകൊമ്പനെ പിടികൂടാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ. കൈക്കുഞ്ഞുങ്ങളും കുട്ടികളും സ്ത്രീകളുമടക്കം പ്രദേശവാസികൾ ദേശീയപാതയിൽ ഇരുന്ന് പ്രതിഷേധിച്ചു. വാഹനഗതാഗതം തടഞ്ഞു. ഇവിടെയുള്ള മനുഷ്യ ജീവന് എന്ത് വരെയാണ് കോടതി കൽപ്പിച്ചേക്കുന്നത്? ഞങ്ങളുടെ ജീവന് സ്വത്തിന് സംരക്ഷണം നൽകുന്ന കോടതി ഇങ്ങനെ ഒരു വിധി പറയാൻ പാടില്ല. ഒരു കാരണവശാലും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വിധി ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഞങ്ങൾ ഇത്രയും പേരെ സംരക്ഷിക്കാൻ പറ, ഇല്ല ഇത്രയും പേരെ കൊണ്ടുപോകാൻ പറ. ഞങ്ങൾക്ക് വേറെ ഈ ആനയെ പിടിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ. കടുവാനെ പിടിച്ചോണ്ട് പോകുന്നതിന് അത് ഒരു കുഴപ്പമില്ല. ഈ ആന ഇത്ര പേരെ മനുഷ്യനെ കൊല്ലുന്ന ആനേനെ പിടിക്കാൻ ഇത് ഇവർക്ക് മാത്രം ഈ 48 പേരെ ഈ ആന കൊന്നിട്ടുണ്ട്. ഈ ആനയ്ക്ക് മാത്രം ഇത്ര ആൾക്കാർ വരുന്നുണ്ടല്ലോ. 12 കോടി ആനയ്ക്ക് മുടക്കിയിട്ടുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്നാ മുടക്കിയേക്കണേ? ഞങ്ങൾ 3 ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ സ്കൂളിൽ കൂടെ പോയില്ല. എന്നല്ല ഞങ്ങൾ വീട്ടിൽ കിടക്കുന്ന. ഞങ്ങൾ ഈ സമയത്ത് വന്ന് എങ്ങനെ ഈ അരിക്കൊമ്പനെ പിടിക്കട്ടെ. അരിക്കൊമ്പനെ പിടിച്ചാൽ ഞങ്ങൾക്ക് നല്ല അടുപ്പം നല്ല ഹാപ്പി ആയിരിക്കും. വിദ്യാർത്ഥികളുടെ പരീക്ഷ ഉൾപ്പെടെ പരിഗണിച്ച് രാജാക്കാട്, സേനാപതി, ബൈസൺവാലി പഞ്ചായത്തുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളി വാഹനങ്ങളും ജില്ലയിലേക്ക് എത്തിയില്ല. തോട്ടം മേഖല പൂർണ്ണമായും നിശ്ചലമാണ്. അതിനിടെ മുൻകൂട്ടി അറിയിക്കാത്ത ജനകീയ ഹർത്താൽ നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നോട്ടീസ് നൽകി. ദൗത്യസംഘവും കുങ്കിയാനകളും ചിന്നക്കനാലിൽ തുടരുകയാണ്. ആനയെ പിടികൂടി മാറ്റണമെന്ന ആവശ്യം വിദഗ്ധ സമിതി വഴി കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാർ നീക്കം തുടങ്ങി. 2 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അമിക്കസ് ക്യൂറിയും ആനയെ സംബന്ധിച്ച വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ള 2 പേരുമാണ് സമിതിയിലുള്ളത്. മാർച്ച് 5-ന് കോടതി കേസ് പരിഗണിക്കുമ്പോൾ വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകണം എന്നാണ് നിർദ്ദേശം. ദൗത്യം പൂർത്തീകരിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് ഒരടി പിന്നോട്ടിൽ നിന്ന നിലപാടിലാണ് നാട്ടുകാർ. ഇതൊരു സൂചനാ സമരം മാത്രം. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം നടക്കും. ബോഡിമെട്ടിൽ നിന്നും ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. അരിക്കൊമ്പനെ പിടികൂടാൻ വൈകുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം നിലനിൽക്കെ വീണ്ടും ജനവാസ മേഖലയിൽ അരിക്കൊമ്പന്റെ സാന്നിധ്യം 2.5 മണിക്കൂറായി ജനവാസ മേഖലയിൽ തുടരുകയാണ്. ഇത്തവണ പിടിയാനയ്ക്കും കുട്ടിയാനകൾക്കും ഒപ്പമാണ് അരിക്കൊമ്പനെത്തിയത്. പ്രിൻസ് ജെയിംസിന്റെ റിപ്പോർട്ട് കാണാം. കോടതി വിധിയിലുള്ള പ്രതിഷേധം ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ അരിക്കൊമ്പനും സംഘവും ഈ മതികെട്ടാഞ്ചിറയോട് ചേർന്ന് കിടക്കുന്ന ആനയിറങ്കൽ ജലാശയത്തിന് സമീപത്തെടുത്ത് സ്വൈര്യവിഹാരം നടത്തുകയാണ്. ഏതാനും മണിക്കൂറുകളായി ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള ഈ പ്രദേശത്ത് ആന അരിക്കൊമ്പനുണ്ട്. ഒപ്പം കുട്ടിയാനയും 2 കുട്ടിയാനകളും ഒരു പിടിയാനയും അരിക്കൊമ്പനൊപ്പമുണ്ട്. ഏതാനും ദിവസങ്ങളും ഈ മേഖലകളിൽ ആണ് അരിക്കൊമ്പൻ, അതായത് കുങ്കിയാനകളെ താമസിപ്പിച്ചിരിക്കുന്ന പ്രദേശത്തു നിന്നും അധിക ദൂരമായിട്ടല്ല നിലവിൽ അരിക്കൊമ്പൻ ഉറപ്പിച്ചിരിക്കുന്നത്. ഏതാനും ദിവസങ്ങളായി 301 കോളനിയും സിംഗകണ്ടവും തുടങ്ങിയ പ്രദേശങ്ങളോടൊക്കെ ചേർന്ന് അരിക്കൊമ്പൻ്റെ സാന്നിധ്യമുണ്ട്. ഇപ്പം കുങ്കിയാനകളും കുട്ടിയാനകളും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരിക്കൊമ്പനൊപ്പമുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും 2 ദിവസങ്ങളായി ഈ മേഖലയിലൊക്കെ അരിക്കൊമ്പൻ കറങ്ങി നടക്കുന്നു. ഒരു വശത്ത് വലിയ പ്രതിഷേധം, ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധം, അരിക്കൊമ്പനെ പിടിച്ചു മാറ്റാനുള്ള പ്രതിഷേധവും ഒക്കെ മുന്നേറുമ്പോഴാണ് അരിക്കൊമ്പൻ സ്വൈര്യവിഹാരം. ഇത് ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. മതികെട്ടാഞ്ചിറയ്ക്ക് സമീപമായുള്ള പ്രദേശമാണ്. പണ്ടൊക്കെ അരിക്കൊമ്പൻ സ്വയമായി വിഹരിച്ചിരുന്ന ഈ മേഖലയിലൂടെയൊക്കെ അരിക്കൊമ്പൻ സ്വയമായി ഇപ്പോഴും നടക്കുന്ന ഒരു കാഴ്ച. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരിക്കൊമ്പൻ വനമേഖലയ്ക്ക് തിരികെ പോയിട്ടില്ല. ഏതാനും ദിവസങ്ങളായി പെരിയ കനാൽ, ആനയിറങ്കൽ, 301 കോളനി തുടങ്ങിയ മേഖലകളിലൊക്കെ പതിവായി ആനയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. സാങ്കേതിക സർവകലാശാല താൽക്കാലിക വിസി സിസ തോമസിന് തിരിച്ചടി. സർക്കാരിനെതിരെ വൈസ് ചാൻസലർ നൽകിയ ഹർജി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തള്ളി.
കാരണം കാണിക്കൽ നോട്ടീസിൽ സർക്കാരിന് തുടർ നടപടിയുമായി മുന്നോട്ടു പോകാമെന്ന് ട്രൈബ്യൂണൽ വിധിച്ചു. അതേസമയം ഡിജിറ്റൽ സർവകലാശാല VC സജി ഗോപിനാഥിന് KTU VC സ്ഥാനം കൂടി അധിക ചുമതലയായി നൽകും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ വൈകി. ജലവിതരണം മുടങ്ങിയിട്ടും ജല അതോറിറ്റി ടാങ്കറിൽ വെള്ളം എത്തിച്ചില്ല. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാകാതെ രോഗികളും കൂട്ടിരിപ്പുകാരും വലഞ്ഞു. 2 ദിവസമായി ജനറൽ ആശുപത്രിയിൽ വെള്ളമില്ല. വെള്ളം എത്തിക്കാൻ സൂപ്രണ്ട് ആവശ്യപ്പെട്ടു. പക്ഷേ അടിയന്തര സാഹചര്യം ജല അതോറിറ്റിക്ക് ബോധ്യപ്പെട്ടില്ല. ടാങ്കറിൽ വെള്ളം എത്തിക്കാൻ വൈകി. ഇതാണ് രോഗികളെ വലച്ചത്. 25ഓളം ശസ്ത്രക്രിയകൾ വൈകി. ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ ഇപ്പം മണി എത്ര 10:30 ഇതുമായിട്ട് വെള്ളം വന്നില്ല. ഇപ്പോഴാണ് വിളിച്ച് കയറ്റിയത്. അപ്പോൾ നമ്മൾ ഓരോ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. പെട്ടെന്ന് എൻ്റെ അളിയനായിട്ട് ഓപ്പറേഷനാണ്. അവർ ഇന്ന് 2 ദിവസം കൊണ്ട് ഇവിടെ കിടത്തിയിരിക്കുകയാണ്. ഇന്നാണ് വെച്ചത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പിന്നെ ബുദ്ധിമുട്ട് വരൂലേ. ഇന്നലെ രാത്രി സഹിച്ചിട്ട് ഇപ്പോൾ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ബാത്റൂമിൽ പോകാൻ പറ്റിയില്ല. വെള്ളം ഇല്ലാതെ എങ്ങനെ പോകുന്നത്? ഒരാൾ പോയി കഴിഞ്ഞ് ഒരാൾ വെള്ളം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ പോകണ്ടേ? അപ്പൊ എങ്ങനെ നമുക്ക് വീട്ടിലായേ പോകാൻ പറ്റുമോ? ഇല്ലല്ല. ആശുപത്രി അധികൃതരുടെ പ്രതികാര നടപടി ഉണ്ടാവുമോ എന്ന് ഭയന്ന് പലരും പ്രതികരിക്കാൻ മടിച്ചു. ദിവസേന 1.5 ലക്ഷം ലിറ്റർ വെള്ളമെങ്കിലും ജനറൽ ആശുപത്രിയിൽ വേണ്ടിവരും. ജലവിതരണം മുടങ്ങിയത് വാർത്തയായതിനു പിന്നാലെ ടാങ്കറിൽ വെള്ളമെത്തിച്ച് താൽക്കാലിക പരിഹാരം കണ്ടെത്തി. ശസ്ത്രക്രിയകൾ മുടക്കമില്ലാതെ നടക്കുമെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ശസ്ത്രക്രിയ വൈകിയ സംഭവത്തിൽ ജനറൽ ആശുപത്രി സൂപ്രണ്ടിന് കാരണം കാണിക്കൽ നോട്ടീസ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് നോട്ടീസ് നൽകിയത്. ഓപ്പറേഷൻ മുടങ്ങാനിടയായ സാഹചര്യം വിശദീകരിക്കണം. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ 2 മാസത്തിനിടെ ടിക്കറ്റ് നിരക്കിൽ 3 ഇരട്ടിയിലേറെ വർധനവുണ്ടായി. നിരക്ക് കുറയ്ക്കാൻ കേന്ദ്രം ഇടപെടണമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് വിഷു റംസാൻ പരിഗണിച്ച് പ്രവാസികൾക്കായി ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടെന്നും ഇതിന് അനുമതി നൽകണമെന്നും പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വാർത്തകളിലേക്ക്. മധു കേസിൽ ചൊവ്വാഴ്ച വിധി. അട്ടപ്പാടി മധു കേസിൽ വിചാരണ കോടതി ഏപ്രിൽ 4-ന് വിധി പറയും. ഇന്ന് കേസ് പരിഗണിച്ച മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയാണ് വിധി പറയാൻ മാറ്റിവെച്ചത്. മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് മധുവിന്റെ കുടുംബം വ്യക്തമാക്കി. മധുക്കേസ് പരിഗണിച്ച മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി ജഡ്ജി KM രതീഷ് കുമാർ ഒരൊറ്റ വാചകമാണ് പറഞ്ഞത്. അല്പം ലെങ്തിയാണ്. അതുകൊണ്ട് ഏപ്രിൽ 4-ന് വിധി പറയാം. തുടർന്ന് അടുത്ത കേസിലേക്ക് കടന്നു. വിധി പറയുമെന്ന പ്രതീക്ഷയിൽ മധുവിന്റെ അമ്മ മല്ലിയും സഹോദരി സരസുവും സമരസമിതി നേതാക്കളുമെല്ലാം എത്തിയിരുന്നു. അനുകൂല വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രാജേഷ് M. മേനോൻ. വിധി എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിലുള്ളൊരു വിധി ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. ഇപ്പോൾ മധുവിന്റെ കുടുംബവും പ്രതീക്ഷ പങ്കുവച്ചു. എന്റെ മധുവിന് നല്ലൊരു നീതി കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോടതി വക്കീൽ ഇതൊക്കെ ഇവര് എല്ലാവരും ഞങ്ങളുടെ ഒപ്പമുണ്ട്. സർക്കാർ ഞങ്ങളുടെ ഒപ്പമുണ്ട്. എല്ലാ ലോക ആൾക്കാരും ഞങ്ങളുടെ ഒപ്പമുണ്ട്. അതുപോലെ തന്നെ എന്താ വരുമോ എന്നിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അല്ല, അനുകൂലമായ വിധി വരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മറ്റേ അതിൻ്റെ സാക്ഷികളുടെ മറ്റേ 302 അട്രോസിറ്റി, അതുപോലെ ഗൂഢാലോചന, ഇതെല്ലാം കറക്റ്റായിട്ട് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേസിലെ മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരായിരുന്നു. 2018 ഫെബ്രുവരി 22-നാണ് ചിണ്ടക്കിയൂരിലെ മധു ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി കൊല്ലപ്പെടുന്നത്. ഏപ്രിൽ 4-ന് കോടതി വിധി പറയുമ്പോൾ മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് മധുവിന്റെ കുടുംബവും പ്രോസിക്യൂഷനും. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. വൈക്കം സത്യാഗ്രഹത്തിന് 100 വയസ്സ്.
സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് KPCC സംഘടിപ്പിക്കുന്ന സമ്മേളനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്യുന്നു. വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചു. Known as Swarna Jatha, this Padayatra was from Vaikam to Trivandrum. He submitted a memorandum signed by 23,000 upper caste people in support of demands of Vaikam Satyagraha. സവർണ ജാഥ എന്ന് പേരിട്ട ഈ ഐതിഹാസികമായ യാത്ര വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തെത്തി 23,000 സവർണ സമുദായാംഗങ്ങൾ ഒപ്പിട്ട വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണയ്ക്കുന്ന ഹർജി സമർപ്പിക്കപ്പെടുകയുണ്ടായി. The Satyagraha had all the support and blessings of Sri Narayana Guru. ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ അനുഗ്രഹവും പിന്തുണയും ഈ സത്യാഗ്രഹത്തിനുണ്ടായിരുന്നു. The watershed movement set the tone for social reforms in India. It had the blessings of none other than Mahatma Gandhi ji, who himself visited Vaikam in 1925. ഇന്ത്യയിൽ സാമൂഹ്യ മാറ്റത്തിന്റെ വലിയ തുടക്കം കുറിച്ച വൈക്കം സത്യാഗ്രഹം എന്ന ഈ ഉജ്ജ്വലമായ സമരത്തിന് മഹാത്മാഗാന്ധി എന്ന മഹാനായ നമ്മുടെ നേതാവിന്റെ എല്ലാ പിന്തുണയും അനുഗ്രഹവും നേതൃത്വവും ഉണ്ടായിരുന്നു. He wrote in favor of temple entry during the Satyagraha. സത്യാഗ്രഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി എഴുതുകയുണ്ടായി. After the intervention of Mahatma Gandhi ji, the agitation was called off. A compromise was reached with Regent Sethu Lakshmibai. Vaikam Satyagraha brought the method of non-violent public protest to Kerala. മഹാത്മാഗാന്ധി അന്നത്തെ റീജൻ സേതു ലക്ഷ്മി തമ്പുരാട്ടിയുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് വൈക്കം സത്യാഗ്രഹം വിജയകരമായി പര്യവസാനിച്ച് പിൻവലിക്കപ്പെടുകയുണ്ടായി. This satyagraha has been the most prominent non-violent agitation in the annals of Indian history. ഇന്ത്യ ചരിത്രത്തിൽ അഹിംസയിൽ ഊന്നി നിന്നുകൊണ്ട് നടത്തിയ ഏറ്റവും മഹത്തായ സമരമാണ് വൈക്കം സത്യാഗ്രഹ സമരം. The movement carried with a compelling message. It enthused people all across India, hailing from different castes and religions, to be a part of this movement to open temple gates for everyone. ഈ രാജ്യത്ത് കോടിക്കണക്കിന് ജനതയ്ക്ക് പ്രചോദനം നൽകി. വ്യത്യസ്തമായ ജാതി മത വർണ്ണ വിഭാഗങ്ങൾപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആ മനുഷ്യരെ ക്ഷേത്രപ്രവേശനമെന്ന അവകാശത്തിന് വേണ്ടി അണിനിരത്തുവാനും അതിലോട്ട് മുന്നോട്ട് വരുവാനും വൈക്കം സത്യാഗ്രഹത്തിന് വിജയം കാരണമായി. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് KPCC സംഘടിപ്പിക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം വെങ്ങാനൂർ ചാവടി നടയിലെ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പ്രപഞ്ചയാഗം നാളെ ആരംഭിക്കും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗമാണ് നടത്തുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പ്രധാന സന്യാസിമാരാണ് യാഗത്തിന് കാർമ്മികത്വം വഹിക്കുന്നത്. നേപ്പാളിലെ പശുപതിനാഥ് ക്ഷേത്രം, ബദ്രിനാഥ്, കേദാർനാഥ്, മധുര മീനാക്ഷി തുടങ്ങി 108 പുണ്യപുരാതന ക്ഷേത്രങ്ങളിലെ മുഖ്യ പുരോഹിതന്മാരാണ് യാഗത്തിന് കാർമ്മികത്വം വഹിക്കുന്നത്. പൗർണമിക്കാവ് ക്ഷേത്ര യാഗഭൂമിയിൽ കഴിഞ്ഞ വർഷം 10 ദിവസം നീണ്ടുനിന്ന മഹാകാളി യാഗം നടന്നിരുന്നു. 51 ശക്തിപീഠ ക്ഷേത്രങ്ങളിലെയും ഭാരതത്തിലെ മറ്റ് പുണ്യപുരാതന ക്ഷേത്രങ്ങളിലെയും മുഖ്യ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിലാണ് മഹായാഗം നടന്നത്. പിന്നാലെയാണ് 1 വർഷത്തിനു ശേഷം പ്രപഞ്ചയാഗം നടത്തുന്നത്. 1001 മഠാധിപതികളും പുരോഹിതരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. 12,008 ദ്രവ്യങ്ങൾ ഉൾപ്പെടെ ഈ യാഗത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിച്ച് ഈ ലോക നന്മയ്ക്ക് അത് ഉപകരിക്കണമെന്നാണ്. ആയി രാജവംശം നിർമ്മിച്ചതാണ് പുരാതന പൗർണമിക്കാവ് ക്ഷേത്രം. ബാലത്രിപുര സുന്ദരി ദേവിയാണ് പ്രധാന പ്രതിഷ്ഠ. ഈ ആയി രാജവംശക്കാരുടെ തലമുറ ഇവിടെ കാലാകാലങ്ങളിൽ അവരുടെ കുടുംബദേവതയായി ആചരിച്ചിരുന്ന ഒരു ദേവിയാണ് പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവി. ഈ ദേവി വളരെ ശക്തിയാർജിച്ച ദേവിയാണ്. അതിവിടുത്തെ മണ്ണ് കണ്ടാൽ തന്നെ അറിയാം, രക്തത്തിൻ്റെ നിറമുള്ള ചമ്മണ്ണാണ്. നാളെ ആരംഭിക്കുന്ന പ്രപഞ്ചയാഗം ഏപ്രിൽ 6 വരെ നീണ്ടു നിൽക്കും. പ്രപഞ്ച നന്മയ്ക്കും ജീവരാശിയുടെ രക്ഷയ്ക്കുമാണ് യാഗം.
ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യ സമ്മിറ്റ് തുടരുന്നു. സിബിഐക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി അമിത്ഷാ. ഏറ്റുമുട്ടലിൽ ആളുകൾ കൊല്ലപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയുടെ പേര് പറയാൻ സിബിഐ തന്നോട് ആവശ്യപ്പെട്ടതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. സംഭവം നടക്കുമ്പോൾ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായിരുന്ന തന്നെ സിബിഐ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യുന്ന വേളയിൽ ഉടനീളം മോദിയുടെ പേര് പറയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതാദ്യമായാണ് താൻ വെളിപ്പെടുത്തുന്നത് എന്നും അമിത്ഷാ വ്യക്തമാക്കി. ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയോട് ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യ പരിപാടിയുടെ ഭാഗമായി നടത്തിയ അഭിമുഖത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. मैं आपको बताता हूं दुरुपयोग कैसे होता है. मैं उसका भुक्तभोगी हूं. हमारे खिलाफ कोई भ्रष्टाचार का केस कांग्रेस ने नहीं किया था. एक एनकाउंटर हुआ था, उसमें मैं राज्य का गृह मंत्री था, मुझ पर केस कर दिया और सीबीआई ने मेरी अरेस्ट की. अरेस्ट में सीबीआई के रिकॉर्ड पर आज भी टैप किया हुआ पड़ा होगा. अगर प्रामाणिकता से टैप किया तो सीबीआई के उस वक्त के अफसरों ने, और मिटा नहीं दिया कांग्रेस सरकार ने, तो 90% सवालों में यही था कि काहे को परेशान हो रहे हो, मोदी का नाम दे दो आपको छोड़ देंगे. हमने तो काले कपड़े नहीं पहने, कोई विरोध नहीं किया जी. मोदी जी के खिलाफ एसआईटी बनाई एक राज्य के मुख्यमंत्री के, कोई करप्शन का केस नहीं था. दंगों में इन्वॉल्वमेंट का केस करा फर्जी टाइप का, जो अंत में सुप्रीम कोर्ट ने खारिज किया. हमने कोई हाई तौबा नहीं करी थी. कभी काले कपड़े पहनकर संसद को हमने जाम नहीं किया था भाई. और मैं बताता हूं नतीजा क्या आया. मुझे पकड़कर अरेस्ट किया, 90 में दिन ही बेल दे दी मुझे हाईकोर्ट ने. हाईकोर्ट ने कहा कि अरेस्ट करने के लिए पर्याप्त प्रूफ ही नहीं है. और मैंने एक्विटल की एप्लीकेशन डाली. मुंबई की अदालत ने, मुंबई में केस चला, गुजरात के बाहर ले गए, कोई आपत्ति नहीं, मुंबई में चला. वहां कोर्ट ने कहा कि राजनीतिक प्रतिशोध की भावना से सीबीआई ने राजनीतिक इशारों पर यह केस किया है, इसलिए हम अमित शाह के खिलाफ के केस को और सारे आरोपों को खारिज करते. मैं तो इतने साल तक कभी नहीं बोला. आज आपने यूं कर बुलवाया तो मैंने बता दिया. अब तक नहीं बोला था मैं तो कभी. पर अमित जी और पूरी मेरी इंट्रोगेशन में एक ही बात, मोदी का नाम दे दो, मोदी का नाम दे दो, मोदी का. भाई क्यों डरते हो मोदी से, क्यों फंसाना चाहते हो? और कोई इंट्रोगेशन में कोई चीज नहीं पूछी मुझे. और मेरे कारण बेचारे कई सारे पुलिस अफसर, निर्दोष टाइप के अफसरों को जेल में डाल. കർണാടകത്തിൽ ബിജെപി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വീണ്ടും വരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. കർണാടകത്തിൽ 30 വർഷത്തിനു ശേഷം വ്യക്തമായ ഭൂരിപക്ഷമുള്ള സർക്കാർ അധികാരത്തിൽ വന്നത് ബിജെപിയുടെ നേതൃത്വത്തിലാണ്. ജെഡിഎസുമായി സഖ്യത്തെ സംബന്ധിക്കുന്ന ചോദ്യമേ ഉദിക്കുന്നില്ല. അവരുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ല. മുസ്ലിം സംവരണം എടുത്തുമാറ്റി വൊക്കലിഗ ലിംഗായത്ത് സമുദായങ്ങൾക്ക് നൽകിയത് ശരിയായ തീരുമാനമാണ്. മതത്തിന്റെ പേരിലല്ല സംവരണം വേണ്ടത്. മുൻ സർക്കാരിന്റെ തെറ്റായ നടപടി ബിജെപി സർക്കാർ തിരുത്തുകയാണ് ചെയ്തതെന്നും ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യ പരിപാടിയിൽ അമിത്ഷാ വ്യക്തമാക്കി. 30 साल के बाद 30 साल तक कभी भी पूर्ण बहुमत की सरकार नहीं आई थी. कई सालों से पूर्ण बहुमत की सरकार रिपीट भी नहीं हुई थी. 77 के बाद ये दोनों मोदी जी के समय में हुआ, ये भी हो जाएगा, आप चिंता मत करिए. नहीं, हमारी कोई बातचीत कैसे, हम हर सीट पर लड़ेंगे, पूर्ण बहुमत के लिए लड़ेंगे और मोदी जी के नेतृत्व में पूर्ण बहुमत आएगा, इसका मुझे पूर्ण भरोसा है. किसी से बातचीत का सवाल ही पैदा नहीं हो. कोई भी हालत में अगर जरूरत पड़ी तो भी उनके संग गठबंधन नहीं करेंगे. गठबंधन नहीं करेंगे चाहे कुछ भी, अगर मान लीजिए कम भी पड़ जाए. गठबंधन का सवाल ही नहीं है, किसी के साथ गठबंधन करने की जरूरत नहीं है. पोस्ट पोल भी नहीं. पूर्ण बहुमत प्राप्त करने जा रहे हैं और विश्वास के साथ हम मैदान में. धर्म के आधार पर आरक्षण संविधान सम्मत नहीं है, ये गैर संवैधानिक है. किसी भी प्रकार का आरक्षण धर्म के आधार पर नहीं हो सकता है. जो कांग्रेस की कर्नाटक सरकार ने पोलराइजेशन के लिए किया था, उसको हमने करेक्ट किया है और मैं मानता हूं ये करने में थोड़ी देर हो गई.
കേരളത്തിലും തമിഴ്നാട്ടിലും നല്ല രീതിയിൽ പാർട്ടി പ്രവർത്തനം നടക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യ പരിപാടിയിൽ വ്യക്തമാക്കി. ഇരു സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് ശക്തി കുറവായിരുന്നു. എന്നാൽ എല്ലായിടത്തും പ്രവർത്തനം എത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ AIDMKയുമായി സഖ്യമുണ്ട് എന്നും അമിത്ഷാ ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യ പരിപാടിയിൽ പറഞ്ഞു. साउथ में तमिलनाडु और केरला में आप कैसे देखते हैं? मोदी जी का और वहां पर भी है, मगर सीट पे कैसे कन्वर्ट होगा? कोई तालमेल AIDMK? वहाँ हमारा संगठन वीक था, हमने काफी प्रयास किए हैं, काफी सुधार किया है, ढेर सारे गांवों तक पहुंचे, ढेर सारे बूथों तक पहुंचे हैं, और जहाँ वीक है वो हमारे साथ साथी भी है. तो AIDMK के साथ कुछ गठबंधन रहेगा? हाँ, हमारा है ही अभी तो गठबंधन. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾക്കെതിരെ UK-യിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ലളിത് മോദി. യഥാർത്ഥ കള്ളന്മാർ കോൺഗ്രസുകാരാണ്. അന്താരാഷ്ട്ര കോടതിയും ഇന്റർപോളും ആവശ്യപ്പെട്ടിട്ടും തനിക്കെതിരെ തെളിവുകൾ ഹാജരാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. തനിക്കെതിരെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും വ്യാജ പ്രചാരണങ്ങളാണ് നടത്തുന്നതെന്നും ലളിത് മോദി പറഞ്ഞു. വിവാദമായ മോദി പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്ക് പാട്ന കോടതിയുടെയും നോട്ടീസ്. ഏപ്രിൽ 12-ന് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. മൊഴി നൽകാനാണ് രാഹുൽ ഗാന്ധി ഹാജരാകേണ്ടത്. 2019-ലെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശമാണ് വിവാദമായത്. എല്ലാ കള്ളന്മാരുടെയും പേര് മോദി എന്നായത് എങ്ങനെയെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശം. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത് നിയമപ്രകാരമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിയമം കൊണ്ടുവന്നത് 2013-ൽ UPA സർക്കാർ. രാഹുൽ ബോധപൂർവം പിന്നാക്ക വിഭാഗത്തെ അപമാനിച്ചെന്നും അമിത്ഷാ. उस जजमेंट में सुप्रीम कोर्ट ऑफ इंडिया ने तय कर दिया कि 3 महीने आपको नहीं मिलेंगे. क्यों देना है? जिस क्षण से आपको सजा होती है उसी क्षण से आपकी सदस्यता रद्द हो जानी चाहिए. ये सुप्रीम कोर्ट का वर्डिक है, 2013 का है, जब राहुल जी की माताजी के नेतृत्व में UPA चलता था. और दूसरी बात, उन्होंने अब तक अपने दोष पर रोक लगाने के लिए, कन्विक्शन पर स्टे लेने के लिए अपील भी नहीं की है. ये किस प्रकार की एरोगेंसी है? आपको फेवर चाहिए, आप मेंबर पार्लियामेंट बने रहना चाहते हो और अदालत के सामने भी नहीं जाओगे? ये किस प्रकार की एरोगेंसी है? कहां से जनरेट होती है ये एरोगेंसी? कहां से जनरेट होती है? ऐसे 17 लोग इंक्लूडिंग राहुल गांधी, सबकी सदस्यता गई है. किसी ने काले कपड़े नहीं पहने, किसी ने हाय तौबा नहीं की, क्योंकि ये सुप्रीम कोर्ट का जजमेंट है, देश का कानून है. मगर अब इन पर आ गई तो कांग्रेस वाले कहते हैं गांधी फैमिली के लिए एक अलग कानून बनाना चाहिए. मैं देश की जनता को पूछना चाहता हूं, किसी एक परिवार के लिए इस देश में अलग कानून बनना चाहिए क्या? ये देश की जनता ने तय करना है. किस मेंटालिटी में जीते हैं लोग? വാർത്തകളിലേക്ക്. നിയമസഭ പാസാക്കിയ പൊതുജനാരോഗ്യ ബില്ലിൽ വിവാദം തുടരുന്നു. ആയുഷ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെ വിവിധ തലങ്ങളിലെ ആരോഗ്യ സമിതികളിൽ ഉൾപ്പെടുത്തിയതിനെതിരെ IMA രംഗത്തെത്തി. എതിർപ്പ് ഗവർണറെയും മുഖ്യമന്ത്രിയെയും അറിയിക്കാനാണ് IMA തീരുമാനം. എന്നാൽ കേന്ദ്ര നിയമപ്രകാരമാണ് പൊതുജനാരോഗ്യ സമിതികളിൽ ആയുഷ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയതെന്നാണ് മറുവാദം. പഞ്ചായത്ത് മുതൽ സംസ്ഥാന തലം വരെയുള്ള പൊതുജനാരോഗ്യ സമിതികളിൽ മോഡേൺ മെഡിസിൻ ഡോക്ടർമാർക്കൊപ്പം ആയുഷ് വകുപ്പ് ഡോക്ടർമാരെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെതിരെയാണ് IMA രംഗത്തെത്തിയത്. സമിതികളിൽ ആയുഷ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയത് കേരളത്തെ പിന്നോക്കം വലിക്കാൻ കാരണമായേക്കാം. നിപ്പ, കോവിഡ് തുടങ്ങിയ രോഗങ്ങളുടെ സർട്ടിഫിക്കേഷനിൽ ആധുനിക വൈദ്യശാസ്ത്ര ശാഖയെ മാത്രം ഉൾപ്പെടുത്തുന്ന ചട്ടങ്ങളാണ് വരേണ്ടതെന്നും IMA. പൊതുജനാരോഗ്യ നയവുമായിട്ട് അല്ലെങ്കിൽ പൊതുജനാരോഗ്യവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ ആയുഷ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വീകാര്യമല്ല. 2, ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു കോവിഡ് പോലെയുള്ള, നിപ്പ പോലെയുള്ള അല്ലെങ്കിൽ സാഴ്സ് പോലെയുള്ള മറ്റ് ഗുരുതരമായ നോട്ടിഫയബിൾ രോഗങ്ങൾക്ക് ഭേദമായി എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകുവാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ സർട്ടിഫിക്കറ്റ് മാത്രമേ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടർമാർക്ക് മാത്രമായി നിർത്തണം. മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണർ എന്നുള്ള ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ആവശ്യമായ ടെസ്റ്റുകൾക്ക് ശേഷമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടർമാർക്കുടേത് സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സാധാരണഗതിയിൽ അംഗീകരിക്കുകയുള്ളൂ. IMA നിലപാടിനെ ആയുഷ് വകുപ്പിലെ ഡോക്ടർമാർ തള്ളുകയാണ്. രാജ്യത്ത് തന്നെ പിന്തുടരുന്നത് ആയുഷ് ഉൾപ്പെടെയുള്ള പുതിയ പൊതുജനാരോഗ്യ രീതിയാണ്.
അതുതന്നെയാണ് സമിതികളിൽ ആയുഷ് പ്രതിനിധികളെ ഉൾപ്പെടുത്താൻ കാരണം. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പുതുതായി ഒരു ജനാധിപത്യ ബോഡി വരികയും അതിനകത്ത് ആയുർവേദവും ഹോമിയോവും ഉൾപ്പെടെയുള്ള സിസ്റ്റങ്ങളെ അതിന്റെ മറ്റു വകുപ്പുകളുടെ ഒരു ക്രോഡീകരണത്തിനുള്ള ഒരു സാധ്യതയുണ്ടാക്കിക്കൊണ്ട് പുതുതായി പൊതുജനാരോഗ്യ ബോർഡ് രൂപീകരിച്ചത് അശാസ്ത്രീയമാണെന്ന് പറയുന്നത് എത്ര അവജ്ഞയോടുകൂടിയായിരിക്കും പൊതുസമൂഹം കാണുന്നത് എന്ന് IMA ആലോചിക്കേണ്ടതായിരുന്നു. ബില്ലിനെതിരെ ഗവർണറെ എതിർപ്പറിയിക്കുന്നതിനൊപ്പം നിയമ നടപടികളുടെ സാധ്യത തേടാനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി കോർപ്പറേഷനിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബജറ്റിന്മേലുള്ള വോട്ടെടുപ്പ് വേണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ചില്ലെന്നായിരുന്നു ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ മേയർ ബജറ്റ് പാസാക്കിയതായി അറിയിച്ചു. ഡിവിഷൻ ഫണ്ട് പോലും കൃത്യമായി അനുവദിക്കാത്ത ദുർബലമായ ബജറ്റ് എന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. UDF പ്രതിഷേധത്തിനിടെ BJP അംഗം ബജറ്റ് വോട്ടിനിടണമെന്ന ആവശ്യം ഉന്നയിച്ചു. എന്നാൽ ബജറ്റ് പാസാക്കിയതായി അറിയിച്ച് മേയർ കൗൺസിൽ ഹാൾ വിട്ടു. ബജറ്റിന്മേൽ ചർച്ചയോ വോട്ടെടുപ്പോ നടത്താത്ത മേയറുടെ നടപടിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് പ്രതിപക്ഷം. ചർച്ചയിലും ബഡ്ജറ്റിന്റെ വോട്ടെടുപ്പിലും ഇവിടെ ഹാജരായ രണ്ടംഗങ്ങൾ വോട്ടെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അത് റെക്കോർഡ് ചെയ്യാതെ മേയർ ധാർഷ്ട്യത്തോടെ ഇറങ്ങിപ്പോയാണ് കണ്ടത്. ഞങ്ങളുടെ UDFന്റെ ഞങ്ങൾ എഴുതി കൊടുത്തിരുന്നു വോട്ടിംഗ് ആവശ്യം, വോട്ടിംഗ് ഇടണമെന്ന് പറഞ്ഞു. പക്ഷേ വോട്ടിംഗിൽ ഇടാതെ അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തത്. ഇത് തികച്ചും ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ്. ജനാധിപത്യ രീതിയിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ വോട്ടിംഗ് ഇടണോ എന്ന് പറയുമ്പോൾ അതിനെ തള്ളിക്കളയുന്ന ഒരു ഭരണമാണ് ഇന്ന് കൊച്ചി നഗരസഭയിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും BJPക്കെതിരെ വിയോജിപ്പുണ്ട്. കോർപ്പറേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്നതിനായി ബജറ്റ് ദുർബലപ്പെടുത്തുക എന്ന രാഷ്ട്രീയ നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നാണ് മേയറുടെ പ്രതികരണം. നമ്മുടെ നഗരത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യമാണ് ആ ബഡ്ജറ്റിനെ പോലും ദുർബലപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുവാൻ സമീപനം സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു നിലപാടിലേക്ക് നമ്മുടെ UDFന്റെ കൗൺസിൽ അംഗങ്ങളും അതിന്റെ നേതൃത്വവും മാറുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളിപ്പോൾ മുന്നിൽ കാണുന്നത്. സ്വതന്ത്രരുടെ കൂടെ പിന്തുണയോടെ ഏപ്രിൽ 10 നടക്കുന്ന അവിശ്വാസ പ്രമേയം പാസാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. മേയർ മാറണമെന്ന വികാരം BJPക്കുള്ളതും UDFന് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. അവിശ്വാസത്തെ പരാജയപ്പെടുത്താനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. ന്യൂസ് 18 കൊച്ചി. ഓസ്കർ തിളക്കത്തിൽ നിൽക്കുന്ന ബൊമ്മൻ ബെല്ലി ദമ്പതികൾക്ക് പരിപാലിക്കാൻ പുതിയ കുട്ടിയാനയെ നൽകി തമിഴ്നാട് വനംവകുപ്പ്. വയനാട് തൊപ്പക്കാട് ആനക്യാമ്പിലെ ഗോത്രവിഭാഗം ആന വാച്ചർമാരായ ഇവർക്ക് 4 മാസം പ്രായമായ ആനക്കുട്ടിയാണ് നൽകിയത്. ആനക്കുട്ടികളായ രഘുവിനെയും അമ്മുവിനെയും വേർപിരിഞ്ഞ ദുഃഖത്തിലായിരുന്നു നീലഗിരി മുതുമല ആനക്യാമ്പിനടുത്തുള്ള കാട്ടുനായ്ക്കൂരിലെ ബൊമ്മനും ബെല്ലിയും. അതിനിടയിലാണ് 4 മാസം പ്രായമുള്ള കുട്ടിയാനയെ തൊപ്പക്കാട് ആനത്താവളത്തിൽ എത്തിച്ചത്. ധർമ്മപുരി ജില്ലയിൽ അമ്മയാനയിൽ നിന്ന് പിരിഞ്ഞ നിലയിലായിരുന്നു ഈ ആനക്കുട്ടി. ഈ കുട്ടിയാനയെ പരിപാലിക്കാൻ ഇവരെ ഏൽപ്പിക്കാൻ തമിഴ്നാട് വനംവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. പുതിയ വളർത്തുമകനെ കിട്ടിയ സന്തോഷത്തിലാണ് ബെല്ലിയും ബൊമ്മനും. അതിനിടെ ഓസ്കാർ തിളക്കത്തിൽ നിൽക്കുന്ന ബൊമ്മനെയും ബെല്ലിയെയും അഭിനന്ദിക്കാൻ ഒട്ടേറെ പേരാണ് എത്തുന്നത്. ന്യൂസ് 18 വയനാട്. ഇനി കാണാൻ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സഹകരണ ബാങ്കുകളിലെ കുടിശ്ശിക നിവാരണ പദ്ധതി 1 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും സഹകരണ മന്ത്രിക്കും പ്രതിപക്ഷ നേതാവ് കത്തയച്ചു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ സ്വീകരണം. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. G20 ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള ഉദ്യോഗസ്ഥതല സമ്മേളനം കുമരകത്ത് തുടങ്ങി. ഇന്ത്യയുടെ G20 ഷെർപ്പ അമിതാഭ് കാന്ത് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അരുവിക്കരയിൽ മരുമകൻ ഭാര്യ മാതാവിനെ വെട്ടിക്കൊന്നു. അഴീക്കോട് വളപ്പെട്ടി സ്വദേശി താഹിറയാണ് കൊല്ലപ്പെട്ടത്. ഭാര്യയെയും വെട്ടി പരിക്കേൽപ്പിച്ച അലി അക്ബർ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു.
തൃശൂരിൽ 6 വയസ്സുകാരൻ വെട്ടേറ്റ് മരിച്ചു. പുതുക്കാട് മുപ്ലിയത്ത് അതിഥി തൊഴിലാളിയുടെ മകനായ നാജുൻ ഇസ്ലാമാണ് കൊല്ലപ്പെട്ടത്. മാതാവ് നജ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിഥി തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിനിടെയാണ് സംഭവം. നെടുമങ്ങാട് സൂര്യഗായത്രി കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. പേയാട് സ്വദേശി അരുണാണ് പ്രതി. കൊലപാതക ശ്രമം, കുറ്റകരമായ ഭയപ്പെടുത്തൽ, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞു. അട്ടപ്പാടി പുതൂർ പഞ്ചായത്തിലെ വെള്ളായിക്കോണം മലമുകളിൽ നിന്നും 1500 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. പിന്നീട് ഇവ നശിപ്പിച്ചു. അട്ടപ്പാടിയിൽ 2 പേരെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പുതൂർ പഞ്ചായത്തിലെ താഴെമഞ്ചിക്കണ്ടി സ്വദേശി മാത്യു, ചെർപ്പുളശ്ശേരി സ്വദേശി രാജു എന്നിവരാണ് മരിച്ചത്. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് പോലീസുകാരൻ മരിച്ചു. ആദൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ കെ അശോകനാണ് മരിച്ചത്. കണ്ണൂർ വാരം കടാങ്കോട്ട് പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. മൃതദേഹം അന്യസംസ്ഥാന തൊഴിലാളിയുടേതെന്നാണ് സംശയം. ചക്കരക്കൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സ്പോർട്സ്. IPL 16ാം സീസണ് നാളെ തുടക്കം. അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് ആദ്യ മത്സരം. 12 വേദികളിലായി 10 ടീമുകൾ പങ്കെടുക്കുന്ന ലീഗിൽ 74 മത്സരങ്ങളുണ്ട്. മെയ് 28-നാണ് ഫൈനൽ. ഇനിയുള്ള 2 മാസക്കാലം ക്രിക്കറ്റ് ലഹരിയുടെ സായാഹ്നങ്ങളാണ്. ലോക ക്രിക്കറ്റിലെ വെടിക്കെട്ട് താരങ്ങളെല്ലാം ഇന്ത്യൻ മണ്ണിൽ IPL എന്ന കുടക്കീഴിൽ അണിനിരക്കും. 10 ടീമുകളിലായി 5 തവണ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസ്, 4 തവണ കിരീടം നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ്, 2 തവണ ചാമ്പ്യന്മാരായ KKR. തലപ്പൊക്കത്തിൽ ഈ 3 സംഘങ്ങൾ മുന്നിലാണെങ്കിലും ഒപ്പം പിടിക്കാൻ ശേഷിയുള്ളവരാണ് ബാക്കിയുള്ള 7. ഹോം ആൻഡ് എവേ ഫോർമാറ്റിലായി 14 മത്സരങ്ങൾ വീതം ഓരോ ടീമും കളിക്കണം. 2 ഗ്രൂപ്പുകളായി തിരിച്ചാണ് പോരാട്ടം. കൂടുതൽ പോയിന്റുകൾ നേടുന്ന 4 ടീമുകൾ പ്ലേ ഓഫിലേക്ക് മുന്നേറും. ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസ് ആണ് നിലവിലെ ചാമ്പ്യന്മാർ. കിരീടം ലക്ഷ്യം വെച്ച് തന്നെയാണ് കഴിഞ്ഞ സീസണിലെ ടീമിനെ ഏറെക്കുറെ അവർ നിലനിർത്തിയതും. ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഗുജറാത്തിന്റെ എതിരാളി. MS ധോണി നയിക്കുന്ന ചെന്നൈക്ക് ഓൾറൗണ്ട് മികവാണ് കരുത്ത്. എന്നാൽ 41കാരനായ ധോണിയുടെ പ്രകടനം എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കഴിഞ്ഞ സീസണിൽ 9ാം സ്ഥാനത്തായിരുന്നു സൂപ്പർ കിങ്സ്. സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിലായിരിക്കും കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരുടെ പ്രതീക്ഷ. ക്രിക്കറ്റ് ചൂടിന്റെ 2 മാസക്കാലം ബമ്പർ ഹിറ്റാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് BCCIയും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. മലബാറിൽ നോമ്പുതുറ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് സമൂസ. സമൂസയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമമുണ്ട് കാസർഗോഡ്. ബേക്കലിനടുത്ത മൗവലാണ് ഈ ഗ്രാമം. റമദാൻ മാസത്തിൽ ഇത്തവണയും സജീവമാണ് മൗവൽ സമൂസ ഗ്രാമം. വിദേശത്തു നിന്ന് അവധിക്ക് നാട്ടിലെത്തിയവരാണ് മൗവലിൽ സമൂസ ഉണ്ടാക്കുന്നത്. പെരുന്നാൾ അവധിക്ക് നാട്ടിലെത്തിയാണ് ഇവരുടെ സമൂസ കച്ചവടം. 80കളിൽ മൗവലിൽ നിന്ന് വിദേശത്തേക്ക് പോയവരാണ് സമൂസ കച്ചവടത്തിന് തുടക്കം കുറിച്ചത്. നിലവിൽ ഇവരുടെ 3ാം തലമുറക്കാരും നാട്ടിലും വിദേശത്തുമായി സമൂസ പെരുമ നിലനിർത്തുന്നു. പുലർച്ചെ 3 മണിയോടെ തുടങ്ങുന്ന സമൂസ ഉണ്ടാക്കൽ രാത്രി 12 മണി വരെ നീളും. മൗവലിലെ സമൂസ പെരുമയറിഞ്ഞ് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ ആവശ്യക്കാർക്കെല്ലാം എത്തിച്ചു കൊടുക്കാൻ കഴിയാത്ത ഓർഡറുകളാണ് ഇവരെ തേടിയെത്തുന്നത്. ഏകദേശം ഒരു 10-20,000 മുകളിൽ സമൂസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഏകദേശം ഒരു 6,000-ഓളം ഓർഡർ ക്യാൻസൽ ചെയ്തതാണ്. കാരണം എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട്, നീലേശ്വരം, പിന്നെ കാസർഗോഡ്, ചെറുക്കളം, പെരിയാട്ടടക്കം, കുണിയ, ബന്തെടുക്ക ഭാഗത്തേക്ക് സമൂസ സെയിൽ ചെയ്യുന്നത്. പ്രത്യേകതരം കൂട്ടുകളുമായാണ് സമൂസ ഉണ്ടാക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് പ്രധാന വിപണി. വടക്കൻ കേരളത്തിൽ ഏറെ പ്രചാരമുള്ള മൗവൽ സമൂസ ഇപ്പോൾ നോമ്പുതുറ വിഭവങ്ങളിലെ താരമാണ്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.